ഇറാൻ വിഷയത്തിൽ അമേരിക്കയുടെ അന്തിമ തീരുമാനം നാളെ. പ്രധാന ഉപദേശകരുമായി കരട് നിർദ്ദേശം ചർച്ച ചെയ്തതായും ഇറാനുമായി ഒരു കരാറിനരികെ എത്തിയതായും ട്രംപ് പറഞ്ഞു. യുദ്ധവിരാമം ലക്ഷ്യമിട്ട് 14 ധാരണാപത്രം രൂപപ്പെടുത്തിയതായി ഇറാൻ അറിയിച്ചു. MC നാസറും മുഹമ്മദ് അബ്ബാസും ചേർന്ന് വിവരങ്ങൾ നൽകാനായി ആദ്യം MC നാസറിലേക്കാണ്. നാസർ പറഞ്ഞതുപോലെ തന്നെ യുദ്ധം പുനരാരംഭിക്കുമോ അതല്ലെങ്കിൽ മറിച്ച് വീണ്ടും ഒരു കരാറിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തത നാളെയോടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ നാസർ? അനീഷ, തീർച്ചയായിട്ടും ഏതാണ്ട് 50-50 ചാൻസ് ആണ് ഇപ്പോൾ ഏറ്റവും അവസാനം നടത്തിയ പ്രതികരണത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്നെ വ്യക്തമാക്കുന്നത്. കാരണം വലിയ തോതിൽ ഒരു കരാറിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിച്ചേർന്നതായിട്ട് ട്രംപ് പറയുന്നുണ്ട്. അതേസമയം താൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ചില ഉപാധികളുണ്ട്, പ്രധാനമായിട്ടും ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യം. അക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു വ്യവസ്ഥ ഈ കരാറിൽ ഉണ്ടാകണം. എന്തായാലും ഇന്ന് വൈകിട്ട് താൻ നടത്തിയിരിക്കുന്ന ഉപദേശകരുമായിട്ടുള്ള ചർച്ചയിലും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഉയർന്നു വന്നത് എന്നുകൂടി ട്രംപ് പ്രതികരിക്കുകയുണ്ടായി. പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, അതോടൊപ്പം തന്നെ വൈറ്റ് ഹൌസ് ഉപദേശകൻ ജാറദ് കുഷ്നർ ഉൾപ്പെടെയുള്ളവർ ആ യോഗത്തിൽ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരിക്കുന്ന അഭിപ്രായങ്ങളിൽ ഒന്ന്, ഈ കരാറുമായിട്ട് മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ മറ്റൊരു അഭിപ്രായം ഉയർന്നു വന്നിരിക്കുന്നത് ഏറ്റവും കഠിനമായിട്ടുള്ള ഒരു ആക്രമണം പുനരാരംഭിക്കുക ഇറാനുമേൽ എന്ന രണ്ട് അഭിപ്രായങ്ങൾ രൂപപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ വീണ്ടും യോഗം ചേർന്നുകൊണ്ട് അതിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് കൂടി ആ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. ആ യോഗത്തിലായിരിക്കും ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക എന്നാണ് ട്രംപ് ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും വിവിധ അമേരിക്കൻ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ വലിയ തോതിൽ തന്നെ ഒരു കരാറിലേക്ക് അടുക്കാൻ തങ്ങൾക്ക് സാധിച്ചു എന്ന പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകത്തിന് തന്നെയാണ് ട്രംപ് ഊന്നൽ നൽകുന്നത്. അതോടൊപ്പം തന്നെ പിന്നിട്ട 2 ദിവസങ്ങളായി തെഹ്റാനിൽ തങ്ങിയിരിക്കുന്ന പാകിസ്ഥാന്റെ സൈനിക മേധാവി അസിം മുനീർ അല്പം മുമ്പ് പാകിസ്ഥാനിലേക്ക് തിരികെ മടങ്ങിയിട്ടുണ്ട്. അതേസമയം ആഭ്യന്തരമന്ത്രി തെഹ്റാനിൽ തന്നെ തങ്ങുകയാണ്. എന്തായാലും വലിയ ഒരു പ്രതീക്ഷയാണ് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ പങ്കുവെക്കുന്നത്. ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ കൂടി പാകിസ്ഥാനോടൊപ്പം തന്നെ ഈ ഒരു ചർച്ച ഈ ഒരു സ്വഭാവത്തിലേക്ക് വലിയ തോതിലെങ്കിലും കൊണ്ടുവരുന്നതിൽ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് തുർക്കി ഉൾപ്പെടെ, ഈജിപ്ത് ഉൾപ്പെടെ, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും തങ്ങളുടെ ഒരു ഭാഗധേയം വലിയ തോതിൽ തന്നെ നിർണ്ണയിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഒരു കരാറിലേക്ക് ഇത് എത്തിച്ചേരുമോ എന്നത് സംബന്ധിച്ച ഒരു ആശങ്ക ഈ ഘട്ടത്തിലും നിലനിൽക്കുകയാണ്. അതിന് പ്രധാന കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു നടത്തിയിരിക്കുന്ന പ്രതികരണമാണ്. കാരണം തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അഹിതകരമായിട്ടുള്ള ഒരു നീക്കവുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് പോവുകയില്ല. അതുകൊണ്ട് തന്നെ തങ്ങളുടെ താല്പര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു കരാറിന് മാത്രമേ അമേരിക്കൻ പ്രസിഡന്റ് തയ്യാറാവുകയുള്ളൂ എന്നൊരു പ്രതികരണമാണ് ഇന്ന് വൈകിട്ട് വിളിച്ചു ചേർത്ത സുരക്ഷാ സമിതി അംഗങ്ങളുടെ യോഗത്തിൽ നെതന്യാഹു അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ വിധത്തിൽ ഈ കരാറിന് തുരങ്കം വെക്കാൻ സാധിക്കുമോ അതിനുവേണ്ടിയുള്ള തിരക്കിട്ട നീക്കങ്ങൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു നടത്തുന്നുണ്ട്. പക്ഷേ മേഖലയിലെ രാജ്യങ്ങൾ, പ്രധാനമായിട്ടും ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ ഈ കരാറുമായിട്ട് മുന്നോട്ട് പോകണം. ഇനിയൊരു ആക്രമണം ഈ മേഖലയിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ കെടുതികൾ, അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. അത്തരമൊരു നീക്കത്തിന് അമേരിക്ക തുനിയരുത് എന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ഗൾഫ് രാജ്യങ്ങൾ ഒരുമിച്ച് തന്നെ ട്രംപിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ അല്പം വൈകി ഒരു ഓൺലൈൻ മീറ്റിംഗ് ഈ ഗൾഫ് രാജ്യങ്ങളുടെ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട് ട്രംപ് നടത്തുന്നുണ്ട്. ആ യോഗത്തിൽ വളരെ ഒരുമിച്ച് തന്നെ തങ്ങളുടെ ഈ ആവശ്യം ഗൾഫ് രാജ്യങ്ങൾ ഉന്നയിക്കുമെന്ന ഒരു പ്രതീക്ഷയും വിലയിരുത്തലുമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്തായാലും പിന്നിട്ട ദിവസങ്ങളിൽ ഇസ്ലാമാബാദിന്റെ ഭാഗമായിട്ട് അവരുടെ മധ്യസ്ഥതയിൽ നടന്ന ആ ചർച്ചകൾ വലിയ തോതിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇറാന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും അവസാനം വരുന്ന പ്രതികരണങ്ങളും ഈ ആണവ പദ്ധതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ഒത്തുതീർപ്പിനോ ഒരു കീഴടങ്ങലിനോ തങ്ങൾ തയ്യാറാവുകയില്ല. അതിന്റെ അടിസ്ഥാനത്തിലല്ല ഈ 14 ധാരണാപത്രം രൂപപ്പെടുത്തിയത് എന്നാണ് ഇപ്പം ഇറാൻ പാർലമെന്റ് സ്പീക്കറും അതോടൊപ്പം തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയും ഒരുപോലെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഏതർത്ഥത്തിലുള്ള ഒരു കരാറായിരിക്കും ഇപ്പോൾ ട്രംപിന് മുമ്പാകെ വന്നിരിക്കുന്നത്. എന്തായാലും ഒരു 50-50 ചാൻസ് ട്രംപ് പറയുമ്പോൾ ആ കരാറിൽ അമേരിക്കക്ക് അനുകൂലമായിട്ടുള്ള ചില ഘടകങ്ങൾ ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്. പ്രധാനമായിട്ടും ആണവ പദ്ധതിയും ഹോർമുസ് കടലിടുക്കിനുമേലുള്ള ഇറാന്റെ പരമാധികാരവും സംബന്ധിച്ച് ഇതായിരുന്നു ഈ ചർച്ചയിൽ പിന്നിട്ട ആഴ്ചകളിലൊക്കെയും വലിയ പ്രതിസന്ധിയായിട്ട് തടസ്സമായിട്ട് നിലനിന്നത്. ഈ രണ്ട് കാര്യങ്ങളിൽ ഇറാൻ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാതെ ഒരു നിലക്കും കരാറുമായിട്ട് മുന്നോട്ട് പോവുകയില്ല എന്ന ഒരു ശക്തമായിട്ടുള്ള പ്രഖ്യാപനമായിരുന്നു ട്രംപ് നടത്തിയത്. അപ്പോൾ അതിൽ ഏതൊക്കെ അർത്ഥത്തിലായിരിക്കും ഇറാന്റെ ഭാഗത്തു നിന്നൊരു വിട്ടുവീഴ്ചകൾ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമല്ല. ധാരണാപത്രം തയ്യാറായിട്ടുണ്ട് എന്നാണ് ഇറാൻ പറയുന്നത്. ഇതിനു മുമ്പും പലതവണ
ഈ കരാറിലെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ നിലനിന്ന് പോകുന്നത്. അമേരിക്ക പൂർണ്ണമായും അവർക്ക് അനുകൂലമാകുന്ന രീതിയിലേക്ക് കരാറിനെ വളച്ചൊടിക്കുന്നു. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസ്തിത്വം, അതിനെതിരെ ഒരു നടപടിയും, അത് പണയം വെച്ചുകൊണ്ട് ഒരു നടപടിക്കും ഇല്ല എന്ന് ഇറാൻ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ഈ 14 നിർദ്ദേശങ്ങൾ അമേരിക്കക്ക് കൂടി സ്വീകാര്യമാകുന്നതാണോ? എന്താണ് ഈ 14 നിർദ്ദേശങ്ങൾ? അനീഷ, ഔദ്യോഗികമായിട്ട് ഈ 14 നിർദ്ദേശത്തിന്റെ വിശദാംശങ്ങൾ ഇറാൻ നേതൃത്വം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ രണ്ടു കൂട്ടർക്കും സ്വീകാര്യമാകുന്ന, അതേസമയം ഒരു കരാറിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ അടുക്കാവുന്ന നിർദ്ദേശങ്ങളാണ്, അതും പ്രായോഗികവും യുക്തിസഹവുമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് തങ്ങൾ മുന്നോട്ട് വെച്ചതെന്നാണ് പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കിർ കാലിബാഫ് ഇന്ന് നടത്തിയ പ്രതികരണത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ആ 14 നിർദ്ദേശങ്ങൾ ഏതൊക്കെ രൂപത്തിൽ വരും, എന്തൊക്കെയാണ് അതിന്റെ മറ്റു വിശദാംശങ്ങൾ എന്ന കാര്യം ലഭ്യമല്ല. പക്ഷേ ഒരു കാര്യത്തിൽ ഇറാൻ നേതൃത്വം ആവർത്തിച്ച് തന്നെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായിട്ട് നിർത്തിവെക്കുക എന്നത് രാജ്യത്തിന്റെ പൊതു താൽപര്യത്തിനും പരമാധികാരത്തിനും അതീതമായിട്ടുള്ള കാര്യമാണ്. അക്കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഉണ്ടാവുകയില്ല എന്ന് ഇറാൻ നേതൃത്വം പറയുന്നു. മറ്റൊന്നുള്ളത്, സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്കോ മറ്റേതെങ്കിലും രാജ്യത്തിനോ കൈമാറുക എന്നതും അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്കും ചർച്ച പോലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുകൂടി ഇറാൻ നേതൃത്വം അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ മറ്റൊരു കാര്യം, ഹോർമസ് കടലിടുക്കിന് മേലുള്ള പരമാധികാരം. ആ പരമാധികാരം മറ്റേതെങ്കിലും രാജ്യങ്ങൾക്ക് പങ്കുവെക്കാനോ അല്ലെങ്കിൽ അമേരിക്ക പറയുന്ന ആ തിട്ടൂരങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ആ പരമാധികാരം ഉപേക്ഷിക്കാനോ തങ്ങൾ ഒരുക്കമല്ല എന്നുകൂടി ഇറാൻ പറയുമ്പോൾ അമേരിക്കയ്ക്ക് ഇപ്പോൾ സ്വീകാര്യമായിരിക്കുന്ന ഫോർമുല എന്തായിരിക്കും എന്ന് സംബന്ധിച്ച ഒരു ആശങ്ക, അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആദ്യഘട്ടത്തിൽ നേരത്തെ മുതൽ ഇറാൻ പറയുന്ന ഒരു കാര്യമാണ് യുദ്ധം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുക. അത് ഇറാന് നേരെയുള്ള യുദ്ധം മാത്രമല്ല, ലബനാനിലും ഗസയിലും തുടരുന്ന ഈ മേഖലയിലെ എല്ലാ യുദ്ധങ്ങളും പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കണം. അവിടെ നിന്ന് അമേരിക്കൻ സൈന്യവും ഇസ്രായേൽ സൈന്യവും പൂർണ്ണമായി തന്നെ പിൻവാങ്ങണം എന്നതാണ് ഇറാൻ മുന്നോട്ട് വെച്ച നേരത്തെ തന്നെ ശക്തമായിട്ടുള്ള ഒരു ഉപാധി. അങ്ങനെ വരികയാണെങ്കിൽ ഹോർമസ് കടലിടുക്ക് നേരത്തെ ഉള്ളതുപോലെ തന്നെ സ്വതന്ത്രമായിട്ട് ആ കപ്പൽ പാതയെ തുറന്നുവിടാൻ തങ്ങൾ ഒരുക്കമാണ്. അതേസമയം അവിടുത്തെ ക്രമീകരണം പൂർണ്ണമായും തങ്ങൾക്കായിരിക്കും എന്നുകൂടി ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യഘട്ടം. രണ്ടാമത്തെ ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ മാസങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആണവ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നതും ഇറാന്റെ ഒരു നിലപാടാണ്. ഇക്കാര്യം ഇന്ന് പാർലമെന്റ് സ്പീക്കറും അതോടൊപ്പം തന്നെ ഇറാൻ വിദേശകാര്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് അമേരിക്കക്ക് സ്വീകാര്യമായിട്ടുണ്ടോ? ഇപ്പോൾ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഒരു ഇടപെടൽ കൂടി വന്ന ഒരു ഘട്ടത്തിൽ അമേരിക്കക്ക് ആ ഒരു സമ്മർദ്ദം, ഗൾഫ് മേഖലയുടെ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പൊതുസമ്മർദ്ദത്തെ നിരാകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതും ദുഷ്കരമായിരിക്കും. അതോടൊപ്പം തന്നെ ആഭ്യന്തരമായിട്ട് ട്രംപ് നേരിടുന്ന ഒട്ടേറെ പ്രതിസന്ധികളുണ്ട്. ഊർജ്ജ മേഖല ആഗോളതലത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന ആ പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു മാന്യമായിട്ടുള്ള ഒരു കരാറിലേക്ക് എത്തിച്ചേരുക എന്നത് തന്നെയാണ് ട്രംപിന് നിർബന്ധമായിരിക്കുന്നത്. ഇറാനാകട്ടെ അതിശക്തമായിട്ടുള്ള നിലപാടിൽ ഇനി യുദ്ധമാണെങ്കിൽ അതിനുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. നാസർ തുടരൂ, ഞാൻ നാസറിലേക്ക് എത്താം.